ഓരോ ഇടികളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനിൽ കണ്ടെല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ഒരു വരുംകാല സൂപ്പർ സ്റ്റാറാണ് എന്നൊരു ടോക്കുണ്ട്. അതുപോലെ തന്നെ കോമഡി ഇത്ര നായക കൈകാര്യം ചെയ്യുന്ന ഒരു യുവനടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണോ ഒരു നമ്മൾ സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചും കൂടെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളാണല്ലോ ഡെവലപ്പ് ചെയ്യുക. ക്യാരക്ടറിനെയും സീനിനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അതിൻ്റെ ആ ഒരു ലിഫ്റ്റിലേക്ക് വരിക. അപ്പോൾ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 to 50% നമ്മളത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിൻ്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ചെയ്തതൊരു ഹ്യൂമർ ഇതാണ്, ഞാൻ കുറച്ചും കൂടെ കുറച്ച് സട്ടലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ട്. കാരണം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവണം. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതിന് എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് പ്രൊജക്റ്റ് ഓണായി വരുന്നുണ്ട്. എന്നോട് ഇതുവരെ അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അവരത് വിട്ടാലാണ് ഇനി എൻ്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എൻ്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 seconds 1 minute എക്സ്ട്രാ സ്പാറിംഗ്. ഒരുപാട് കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? മാനേജ് എല്ലാം ഓക്കെ നന്നായിരുന്നു. ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 seconds 1 minute എക്സ്ട്രാ സ്പാറിംഗ്. സ്പാർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് സ്പാറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാവും. എല്ലാം ക്യാമറ ട്രിക്കൽ കൊണ്ടേക്കുന്ന ഇടിയല്ലോ. പിന്നെ നസ്ലനോട് ചോദ്യം, ഇപ്പോൾ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്കയുണ്ട്. നസ്ലന്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷെ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷെ ഏതൊരു വ്യക്തിയുടെ സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്രന് ആദ്യമായിട്ടാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു റിലീസ് വരുന്നത് നസ്രന്റെ കരിയറിൽ. അപ്പൊ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിച്ചില്ല. ഒന്നാമത്തെ സമയം കിട്ടിയില്ല ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ തിരക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് വേണം ബസൂക്കയാണെങ്കിലും അരുണവാസാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സിനിമയിലെ കഥാപാത്രം, താങ്കളുടെ കഥാപാത്രം ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അതിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാണോ ഈ കഥാപാത്രം ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ? അത് എനിക്ക് തോന്നുന്നത് റഹ്മാൻകാട് ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടറല്ല അതിൽ ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചുകൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം റഹ്മാൻകാട് ഒരു അനുഗ്രഹം തോന്നുന്നത്. ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്.
കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് പിക്ക് ചെയ്യാൻ കാരണം അതാണ്. ഇതുവരെ ചെയ്തത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, കുറച്ച് തീവ്രമായിട്ട് വേറെയാണ് പടത്തിൻ്റെ. അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനിൽ കണ്ട എല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അപ്പം അതിൻ്റെ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ വന്നുകൊണ്ട് വേറെ വഴിയിട്ടായില്ല. അങ്ങനെയായിരുന്നു. തല്ലുമാല ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ടോബീനെ അഖിലിനെ ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാലിൽ വന്നിട്ട് കെവിലിങ്ങനെ പറഞ്ഞു ഒന്നും നോക്കട്ടെ നീ ശരിക്കും ഒന്നാം കൂടെ കൊടുത്തു. അപ്പൊ ഇതേപോലെ ഒന്ന് നോക്കട്ടെ ശരിക്കും ഒന്നാം കൊടുത്തു കെവിലും എന്ന് പറഞ്ഞു. ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശരിക്കും ഒരു അവസരം കിട്ടിയിരുന്നു? ഇല്ല, ഇതിലങ്ങനെ ശരി ഒരു തവണ തോന്നുന്നില്ല. അല്ല, അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നതാണ്. അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് തോന്നണം, അങ്ങനെ ഷോട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തോണ്ട് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. നിർമ്മാതാവാണ്, സംവിധായകൻ. ഇപ്പൊ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ നടന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബജറ്റ് പുറത്തു പോകും. അതിൽ എത്ര രൂപയാണ് മുടക്ക്, എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത്. അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുന്നൊരു ഘട്ടം വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ പുറത്തെഴുത്ത് മനോരമ പബ്ലിഷ് എഴുതിയത് തൻ്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്തു, എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ട് ചെയ്തത്? ആലപ്പുഴ ജില്ലയിലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയും ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്നാൽ നമ്മൾ നിർമ്മാതാവും കൂടെ ആയാലും അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റേറ്റ്സുകൾ ഇത്രയാണ്, ഇത്ര എമൗണ്ട് തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു നടനെയും ബാധിക്കുന്നു. ആ നടന് സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നതും ആ നടനെയും ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറെ ബാധിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതിൽ നിന്ന് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. അത് തുടർന്ന് സിനിമയ്ക്ക് മോശമാകും. ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മാസാവസാനവും പുതിയ മാസങ്ങളിലും ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എൻ്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എൻ്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹൈദരൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ്. ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം വിജയിച്ചപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലമാകും, അത് നിയന്ത്രിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ഓരോ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രതിഫലം നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട് അല്ലെ. നമ്മളൊരു സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രതിഫലം കൂട്ടും. അപ്പൊ അതിനെതിരെ ഒരു ശബ്ദം വരുന്നു. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടും. 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കും എന്നൊക്കെ ഇവർ പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള തലമുറയ്ക്ക് അത് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ
നെസിൽ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെ ഉള്ളവർ പറയണ്ടാവോ, എല്ലാവരും പറഞ്ഞ ആൾക്കാരെല്ലാം നല്ല ആക്ടറൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നു? എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ചെയ്തതൊരു ഹ്യൂമർ, ഇതിലാണ് ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുക. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റാർ കോമ്പോണന്റ് ഉണ്ടെന്ന കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കി? ഇപ്പൊ ലുക്കുവിന് നമ്മുടെ തല്ലുമാലയില് അങ്ങനെ കുറെ ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ലൈഫിനെ വേറെ രീതിയിൽ മാറ്റിയിട്ടുണ്ട്, ആക്ഷൻ സ്റ്റാർ എന്നുള്ളത്. അപ്പൊ ഒരു ആളെ മാസ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഗണപതിക്ക് കൊടുത്തിട്ട് റാങ്ക് കൊടുത്തിട്ട് പടത്തിനകത്ത് കളിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റാർ ആളുകളെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം ഒരു ആക്ടറിനെ കുറിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് അത് ആ അതിനായിട്ട് മാസ് എന്ന് അതെനിക്കറിയില്ല. ഇപ്പോൾ ഒരു നമ്മൾ സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചും കൂടെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സീനുകളാണല്ലോ ഡെവലപ്പ് ചെയ്യുക. ക്യാരക്ടറിനെയും സീനിനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അതിനെ ആ ഒരു ലിഫ്റ്റിലേക്ക് വരിക. അപ്പോൾ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 40 to 50% നമ്മളത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിൻ്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ, അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പ്രേക്ഷകരാണ്, സിനിമാ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും. ഇയാൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷനും കൂടെ ചേരുമ്പോഴാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ലുക്കല്ലല്ലോ മമ്മൂട്ടി, അത് വേറെ ആളല്ലേ. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കയുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരം ഒരു സിനിമയല്ല. നിങ്ങൾ കണ്ട പോലെ ഉണ്ടാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിനിമയ്ക്ക് അത് അത്രയും മതി, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത്രയും പെർഫോമൻസിനെയും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ശരിയല്ല. അതുകൊണ്ടാണ്.